അടുപ്പിന്റെ പാലുകാച്ചൽ ചടങ്ങിലേക്ക് സ്വാഗതം. കപ്പ പൊള്ളിച്ചെടുക്കാനുള്ള പ്ലാനാ. ഇങ്ങനെ മറിച്ചിടണോ? മറിച്ച് പണ്ടത്തെ ഗുഹാവാസികളൊക്കെ സമ്മതിക്കണം. കൈവ മുള്ളിയപ്പത്തിന് തോന്നുന്നു കണ്ടോ, അടിപൊളി. ക്യാമ്പിങ്ങിന്റെ 90% പൂർത്തിയായി. ഇനി നാളെ മോർണിംഗ് ആയി കഴിഞ്ഞാൽ ടെൻ്റ് അഴിക്കുന്നു, പാക്ക് ചെയ്യുന്നു, പോകും. കത്തി ചിക്കനിൽ വരട്ടെ. എന്താ കത്തി മോനെ. ഞാനിപ്പോ ഇതൊക്കെ ചതച്ചിട്ട് ആ പൊടിയൊക്കെ ഇതിൽ മിസ്സാക്കണ്ടേ? ആ ഈ സാധനത്തില് ഇലയിലിട്ട് ചെയ്യേണ്ടി വരും. ഇത് ചീറും മോനെ. ഒക്കെ ക്ലീൻ ചെയ്തിരുന്നു. ചെവിയിലൊക്കെ ഒരു പ്രാണി വരിക. ചെവിക്ക് വരണേ പ്രാണിയായിരുന്നു. ഞാൻ ഇപ്പൊ എന്താ കാട്ടണ്ടത്? അടുപ്പത്തിക്കട്ടെ. അവിടെ വിളിച്ച അടുപ്പുണ്ട്. ഞങ്ങളെ അടുപ്പാണിത്. നടുവത്ത് കുറ്റമ്പാറ കോറിയിലെ ഞങ്ങളുടെ ക്യാമ്പിന്റെ അടുപ്പിന്റെ പാലുകാച്ചൽ ചടങ്ങിലേക്ക് സ്വാഗതം. അത് ശരിയാ. ഈ കൂറ്റമ്പാറ കോറിയുടെ തന്നെ പാലുകാച്ചലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഔപചാരികമായ ചടങ്ങിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാനും മെയിൻ ഷെഫ് കാരടനും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇത് കത്തിച്ച് തുടങ്ങാനായിട്ട് ഞാൻ എൻ്റെ ശ്രമം ആരംഭിക്കുകയാണ്. തീ പിടിപ്പിക്കലൊരു ഭാരപ്പെട്ട പണിയാണ്. എന്തായാലും പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി ഞാനും കാരടനും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്. പെട്ടെന്ന് കത്തണേ. അയ്യോ, ചുള്ളി വർഗ്ഗം എന്തേലും കണ്ടേ എന്ന് വെച്ചാൽ എവിടെയും. ഓ, അതെങ്കിൽ അത് ആയതായി. വല്ലവന് പുല്ലുമായതെന്ന് പറഞ്ഞേരി ചെയ്തോളാം. അവിടെ അങ്ങനത്തെ സീനുണ്ടോ? അടുപ്പ് ഏകദേശം വിജയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തല കത്തിയപ്പോൾ തീ കത്തി. അങ്ങനെ നമ്മളെ പാലുകാച്ചൽ വിജയിച്ചു. കുറച്ച് പേർത്തു, എന്നാലും സീനില്ല. തീ പിടിച്ചു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചടപടി തീരും. കേട്ടോ, ക്യാമ്പിൽ ഫയർ സെറ്റ് ചെയ്തു. എന്താ തീൻ്റെ ഒരു ഭംഗി. കാരണം ഇവിടെ അൽഫാമിനുള്ള മസാല സെറ്റ് ചെയ്യുന്നു. വാവ്, റെസ്റ്റോറൻറ്റിൽ കിട്ടുമോ ഇങ്ങനത്തെ സാധനം? ഈ ഒരു കൂട്ട് അതന്നെ സ്പെഷ്യലാണ്. അത് മറിച്ചിടുന്നില്ലേ? അതെ, പറഞ്ഞോ. കൂട്ട് പറഞ്ഞാല് സ്പെഷ്യലാണ്, വേറെ എവിടെയും കിട്ടൂല. ഇല്ല. ഇതിപ്പോ രണ്ടാമത് ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചാല് അതും സംശയമാണ്. കാരണം ഇത് തവണ ഉണ്ടായിട്ടില്ല. ഈ റെസിപ്പി ഇതോടുകൂടി ഇവിടെ ആത്മാവിനെ പോലെ എന്താ പറയാ, തെളിവില്ലാതെ ആവിയായി പോകും. ആത്മാവ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അവിടെ. പക്ഷേ വരുമോ കാണവര് ഒരു വരികയാണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരും. പക്ഷെ അതിനോട് യോജിപ്പില്ല കേട്ടോ. ഇത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. ചിക്കൻ കൊടുക്കാം, നമുക്ക് സംസാരിച്ചിരിക്കാമല്ലോ, നേരം പോകണ്ടേ. അത് എടുക്കും. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ആത്മാക്കളോട് സംസാരിക്കണം എനിക്ക് പണ്ട് പോലെ ഒരു ആഗ്രഹമുള്ള. പിന്നെ പിറകോട്ട് വല്ലാതെ പോകണ്ട. ഇവിടെ ഇത് കഴിഞ്ഞാൽ പൊക്കെയാണ്, അത് സൂക്ഷിക്കണം. കാരണം അതിന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ എന്താ ഉള്ളത്? കപ്പ എവിടെയാണ്? കപ്പ വരൂ. തീ നല്ല ഉഷാറായി. ഓട്ടോ പൈലറ്റ് മോഡിലാണ്. ഒറ്റയ്ക്ക് എത്തുന്നുണ്ട്. എന്താണ് അത് ലാസ്റ്റ് ഇട്ടായി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, ടേസ്റ്റ് കിട്ടൂല. സത്യം. അത് ഒന്നിങ്ങനെ പൊള്ളി കഴിഞ്ഞിട്ടേ ലാസ്റ്റ് നമുക്ക് തേച്ചിട്ട് ഇതാക്കാം. കപ്പ ശരിയാണ്. കപ്പ നേരെ തീയിൽ വെച്ച് ചുട്ടെടുക്കാനുള്ള പ്ലാനിങ് ഓഫ് ഇന്ത്യ. ഇത് കൊക്കയാണോ? ഇങ്ങനെ പേടിക്കാതെടോ. കപ്പ ചുട്ടെടുക്കും. എവിടെ? ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഇതിൽ വീഡിയോയിൽ കാണില്ല. കപ്പ പൊള്ളിച്ചെടുക്കാനുള്ള പ്ലാനാ. കാറ്റ് വീശുന്നോണ്ട് തീയ നന്നായി കത്തുന്നുണ്ട്. എല്ലാ പണി എടുക്കേണ്ട, വിറക് കൊടുത്താൽ മതി. കത്തി നല്ല ഉഷാറായി വരട്ടെ. എന്നിട്ട്
കപ്പ ചുടൽ കഴിഞ്ഞാൽ കപ്പയുടെ മാറ്റി വെക്കും, ചിക്കനെ കയറ്റും കനലിൽ വെച്ചിട്ട്. പിന്നെ ഇങ്ങനെ വീശേ ഊതേ വീശാൻ എന്തെങ്കിലും ഉണ്ടോ? പേപ്പർ ഉണ്ടോ? ആ എന്നാലും മതി. അപ്പോൾ അതുകൊണ്ട് വീശി കൊടുക്കുക, ചിക്കൻ ഇങ്ങനെ പൊള്ളിച്ചെടുക്കുക. അപ്പോൾ അതും സെറ്റാവും. അങ്ങനെ ടെൻ്റ് ഉണ്ടല്ലേ സെറ്റായി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ നല്ല കപ്പ പൊള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ എന്തോ ടേസ്റ്റ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒന്നും സീനില്ല, തിന്നെ തന്നെ. സർവൈവൽ അതാണ്. അതെ, സർവൈവ് ചെയ്യുക അത്രേ ഉള്ളൂ. ആ കപ്പ ചൂടൽ കഴിഞ്ഞു കേട്ടോ. നല്ല ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങളുണ്ട് ആണ്, ചിലയിടത്തൊക്കെ ഞങ്ങളുണ്ട്. ആണ്, അത് മതി, സൂപ്പറാക്കാം. അപ്പോൾ നമ്മളെ അൽഫാം ഇതാണ്. നമ്മൾ അൽഫാമല്ല, പൊള്ളിക്കാനുള്ള ചിക്കൻ, ചൂടാനുള്ള ചിക്കൻ. ആ ചിക്കന് ചൂടാനുള്ള കനൽ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. ഇനി അടുപ്പൊന്ന് നല്ല ചൂടുണ്ടെങ്കിൽ അയ്യ പൊള്ളി. ഈ 2 ചിക്കൻ വെക്കാൻ പറ്റിയ ഇതിൽ മതി. അത് ഇപ്പം സെറ്റായി ഇത് വെച്ചേ നല്ല വീശി സെറ്റായി. കല്ല് നല്ല ചൂടായതുകൊണ്ടേ സൗണ്ട് കേട്ടോ. എന്നിട്ട് കല്ലിൻ്റെ ചൂടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പേപ്പർ എടുത്തിട്ട് വീശി കൊടുക്കാം. കൊക്കൊന്നുമില്ല. ഇല്ല, സ്മെല്ലുണ്ട്. എന്നെ കിട്ടുന്നില്ലായിരുന്നു. തീ കത്താൻ പാടില്ല. ഒരു വിറക് ഉള്ളിൽ കുറച്ച് കത്താൻ ഉണ്ടേനി, അതാണ് കത്തണത്. കുറച്ചൊക്കെ കരിയാൻ സാധ്യത ഉണ്ട്. ചിക്കൻ തിരിച്ചിട്ടും മറിച്ചിട്ടും ഞങ്ങൾ മാറി മാറി വീശി ചിക്കനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ ആയി വരുന്നുണ്ട്. ഞാൻ മറിച്ചിടണോ? മറിച്ചിട്ടാ അവിടെ വലിയ ചൂടില്ല, അവിടെ ധൈര്യമായിട്ട് മറിച്ചോ. ആ സെറ്റ്. ആ ഒരു അതിലേറെ കരിയരുത്. ഈ ഒരു ഇത് നേക്കാം. ഞാനല്ലല്ലോ കരിക്കുന്നത്. അങ്ങനെ വെച്ചോ. മറ്റേന്ന് മറിച്ചിട്ടാ. മറ്റേത് അവിടെ നല്ല ചൂട് കുറവാ. അതിൻ്റെ ഈ ഭാഗം തീക്ക് വരുന്നതായിരിക്കും. ഓ നെയ്യ് ഇങ്ങനെ പതയാണ്. ഞാൻ എൻ്റെ ക്യാമറ എടുക്കുന്നതിൽ നോക്കിക്കുക കൊടിയായിട്ട്. തകർക്കും നമ്മൾ. എന്ത് കയറി നിൽക്കാനല്ലേ ഇറങ്ങിയാറല്ലേ. സമയം 8:35 ആ 9 മണിക്കാവും. മെല്ലെ മെല്ലെ ആവുകയാണെങ്കിൽ 9 മണിക്കാവും. നല്ല പണി എടുക്കണം. 2 കഷ്ണം ചുട്ടുന്നുണ്ടെങ്കിലേ പണ്ടത്തെ ഗുഹാവാസികളൊക്കെ സമ്മതിക്കണം. ഒരേ മസാല ഒക്കെ കൂട്ടി നമുക്ക് ചുട്ടായിരുന്നു. മസാല ഇല്ലെങ്കിലും ചുട്ട് കിട്ടണ്ടേ. നായാടി പിടിക്കും വേണം. പിന്നെ അതിനെ മണ്ടിങ്ങാണ്ട് കുഴങ്ങിയിട്ട് എന്നിട്ട് പിന്നെ അതിനെ തീ ഉണ്ടാക്കി തീയിട്ടിട്ട് ചുട്ടിട്ട് തിന്നും വേണം. പിന്നെ ഒന്ന് കടന്നുറങ്ങുമ്പോഴേക്ക് അടുത്ത ദിവസം രാവിലെ ആവും. ഭാഗ്യ ആ കാലൊക്കെ കഴിഞ്ഞു പോയത്. പണിക്കൊണ്ടല്ലോ. പണിക്കോണ്ട് പറഞ്ഞാല് എത്ര പണി എടുക്കണം പിന്നാലെ കൂടി പിടിച്ചണെങ്കിൽ. അൽഫൽമാന അൽഫായി. ഞാൻ വിഷ്ണു ചിക്കൻ ഒന്ന് കാണിച്ചു കൊടുത്താ കണ്ടോ. ചിക്കന് 2 സൈഡും കണ്ടോ. ഈ സൈഡ് ഒരു കുറച്ചുകൂടി ആവാണ്ട് ഏകദേശം ഒരു 75% ഇനി നമ്മൾ ഈ കനലിൽ വാഴൻ്റെ വെച്ചിട്ട് അതിൻ്റെ മേലെ ചിക്കൻ വെച്ചിട്ട് ഉള്ളു വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് തട്ടിയാൽ ഒരു സ്ലിം ചൂടിലിട്ടിട്ട് പിന്നെ കുടിക്കാം. അതുകൊണ്ട് ഉണ്ടല്ലേ വെറുതെ സ്ലിം ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് വാഴൻ്റെ വെച്ചിട്ട്, അതായത് കനലിൻ്റെ മേലെ വാഴൻ്റെ വെച്ചിട്ട് അതിൽ ഈ ചിക്കൻ വെക്കും. അപ്പോൾ കരിയൂല്ല, ഒരു ഇളം ചൂടുണ്ട്. അപ്പോൾ ഉള്ളൊക്കെ നല്ല വെന്ത് കിട്ടും. അപ്പോൾ ഇനി അതാണ് അടുത്ത പണി. എന്നാ ചെയ്യല്ലേ എന്നാണ് ഒരു നിഗമനം. അങ്ങനെയൊക്കെയാണ്. കഴിഞ്ഞ് കിട്ടുമ്പോൾ കാണാം. ആ ചൂടുണ്ട്. കുറച്ച് വൈഡാക്കിയേക്കാം. 2 കൊള്ളണ്ടേ. എന്നെ വീശാലോ. അല്ലെ ഊതാ. അല്ലെ വീശാം. അങ്ങനെ വേണ്ട ഊതാ. മുഖം ചൂടാണ്. ഇനി നമ്മൾ ഇല വെക്കുന്നു. ഒരില വെച്ചു. ഇല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അത് ഇല ചുരുങ്ങി പോണു. വേഗം വെക്കാം. വെച്ചു.
കല്ലിൻ്റെ ചൂടുമുണ്ട്, അടിയിൽ കനലിൻ്റെ ചൂടുമുണ്ട്. ഇതിൽ കിടന്നിട്ട് ആ ചൂടിൽ ചിക്കൻ ഇങ്ങനെ ഉള്ളു വേവണം. ഇനി കുറച്ച് നമുക്ക് റെസ്റ്റ് എടുക്കാം. നക്കും കഷ്ടപ്പെട്ടുകൊണ്ടാണോ നല്ല ടേസ്റ്റ്. എന്നിട്ട് കാട്ടിയാ നല്ല കുറേ പണി എടുത്തുകൊണ്ടേ ഇതിനെ ഈ കരിഞ്ഞതിനൊക്കെ നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ 8:51 സമയം. ഇനി ഒരു 9:10 തിന്നാലേ? പിന്നെന്താ. ഓക്കെ, അപ്പോൾ അതുവരെ അവിടെ കിടന്നാവട്ടെ. പുരാതന കാലങ്ങളിൽ ഗുഹാവാസികളായ നിവാസികൾ ചിക്കൻ ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഗാർണിഷ് ഇലകളാണ് ഈ രണ്ടും. അപ്പം കുറേ നേരത്തെ ചുട്ടച്ചാണ്. ഇളം ചൂടുള്ളൂ. ഞാനൊന്നുകൂടി ചൂടോടെ പിന്നെ വിചാരിച്ചിട്ടേ ചൂടുള്ള ഭക്ഷണം കഴിക്കണം എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കപ്പ് ചൂടാകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു 15 മിനിറ്റ് ആയിട്ട് കഴിക്കാം. അപ്പോൾ സെറ്റ് വേണടാ. പിന്നെ സെറ്റാ. നമ്മളെ ക്യാമ്പിങ്ങിൻ്റെ ഫുഡ് റെഡി ആയിരിക്കുകയാണ്. ഇനി എടുക്കുക. കപ്പ ചൂടുണ്ടോ? ചെറിയ ചൂടുണ്ടോ? ചെറിയ ചൂടുള്ളൂ. കപ്പ 1, കപ്പ 2. മെയിൻ ഐറ്റം വാ. കറിവേപ്പിൻ്റെ ഇല 1, കറിവേപ്പിൻ്റെ ഇല 2, അത് 3. ജ്യൂസി ആൻഡ് സ്പൈസി അൽഫാം റെഡി. ചിക്കൻ ജിഗ്ഗ. അയ്യ ചൂട് കുറഞ്ഞോ? ചൂടുണ്ടല്ലേ? എന്താ കിട്ടുന്ന സാധനം. അത് അതിൻ്റെ ലെഗ് പീസൊക്കെ അവിടെ പോയി. നല്ല ചൂടുണ്ടല്ലേ? നല്ല ചൂടുണ്ട്. എന്താ എങ്ങനെയുണ്ട്? ഇഞ്ചി കഷ്ണം ആയതുകൊണ്ടേ ഇഞ്ചിയല്ലേ? ഇനി നമ്മൾ നല്ല മണം. ഇത് തള്ളല്ല കേട്ടോ. ഇത് തോണാത്ത ആ ബാക്കത്തെ സാധനം നീക്കിയതാ. ഇട്ടല്ലേ ബാക്കിക്കാണ് തോന്നുന്നുണ്ട്. നീ നീക്കിയതാ. ഞങ്ങളുടെ അടുത്ത് ഇറക്കാൻ പറഞ്ഞു. ഇടയ്ക്കാക്കാണ് ഇപ്പൊ ഒന്ന് മാറുക. അയ്യവ മുള്ളിയപ്പത്തിന് പോണു കണ്ടോ? അടിപൊളി. ഉപ്പൊന്നുമില്ല. തിന്നോ. പിന്നെ ഇതിങ്ങനെ 4 വരട്ടത്. എന്നിട്ട് എനിക്കൊന്ന് പഴം തോല് കളിക്കണേരി 4 പേരെ അരച്ചാലും എന്ത് തേങ്ങ പറഞ്ഞു. നാട്ടിലെ ആരടാ ഇങ്ങനെ ചെത്തിക്കളയേണ്ടി വരും. അല്ലാതെ കാമ്പൊക്കെ പോകണ്ടല്ലോ. വായ ഭാഗം രക്ഷട്ടോ. കപ്പ തോലൊളിച്ച് സെറ്റാക്കിയിട്ട് പണ്ട് പാടത്ത് മീൻ പിടിക്കാൻ പോയിട്ട് ചുട്ടുന്ന കാര്യമുണ്ട്. കപ്പയോ മീനോ? മീൻ ചിക്കന് കുറവാ. അവിടെ അപ്പായ പറഞ്ഞ ഞാൻ ഉപ്പ് കുറച്ചിട്ട് അതുകൊണ്ട് ഞാൻ കുറച്ചിട്ട്. അല്ല നല്ലതാ ഉപ്പ് അത്ര നല്ല സാധനമൊന്നുമല്ല. കുറഞ്ഞ പിന്നെ നമുക്ക് സഹിക്കാം, കൂടിയ സഹിക്കില്ല. എന്തൊരു വെറുതെ കെൽപ്പ് കപ്പ നല്ല അൽഫാം. ഉപ്പിട്ട് കുറവാണ്, പക്ഷെ രസമുണ്ട്. സവാള കണ്ട ഇങ്ങനെ കഴിച്ചു തന്നേ സർവൈവറാണ്. നേരം കൊടുക്കാൻ ചെത്തിക്കണ്ടേ. കാരണം തിന്നാൻ ബാക്കി കമ്പനി ഉണ്ടാ. ഫസ്റ്റ് ആഴ്ച ഉണ്ടെന്ന് തരില്ലോ കേട്ടോ, വേറെ കാര്യം. വീട്ടിൽ നാരങ്ങ ഉണ്ടായിരുന്നു. അത് നല്ലൊരു മുന്നേറ്റമാണ്. എടുത്താണെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. മസാല കൂട്ടി രക്ഷയില്ല. മസാല കൂട്ടി ഒരു രസമല്ല. സംഭവം എവിടെയൊക്കെ കിട്ടുന്നുണ്ട്. തേച്ചെടുത്ത് കിട്ടുന്നുണ്ട്.
പേസ്റ്റ് ആയിട്ടില്ലല്ലോ. രസമുണ്ട്. ഉപ്പിൻ്റെ ഒരു കുറവ് മാത്രം. ഉപ്പിൻ്റെയും പിന്നെ മയോണൈസിൻ്റെയും ടൊമാറ്റോ സോസും ഭയങ്കര കുബൂസിൻ്റെ കുറവും. അതിനൊക്കെ കുറവുണ്ട്. ടെൻറ്റ് നിറങ്ങി പോരാത്. ഈ കാലം പയരുമോ? ഫുഡടി കഴിഞ്ഞു. ഫുഡടി കഴിഞ്ഞ് ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അൾട്ടാവാൻ പോവാണ്. അപ്പോൾ ടെൻറ്റിൻ്റെ റെയിൻകോട്ട് കൂടി ഇട്ടു. ഇനിയിപ്പോൾ മഴ ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടാനായിട്ട് നീക്കണ്ടല്ലോ. ഇതാണ് നമ്മളെ ടെൻറ്റിൻ്റെ ഉൾവശം. അയ്യവ അടിപൊളിയല്ലേ, സൂപ്പർ. സമയം 10:05. പുറമെ എനിക്ക് വെക്കാൻ സ്പോഞ്ച് അവിടെ ഒക്കെ സെറ്റാക്കി. ഇനി മെല്ലെ അങ്ങോട്ട് കിടക്കുക, അങ്ങോട്ട് ഉറങ്ങുക. അല്ലെങ്കിൽ ഡോർ തുറന്നിടണോ? ഏതെങ്കിലും ഒന്നും ഉറപ്പിക്കുന്നുണ്ടോ? ചൂടുണ്ട്. ഡോറ് തുറന്നാളാ. മഴയൊക്കെ പെയ്യാണെങ്കിൽ അപ്പം നീച്ചടയ്ക്കാം. കൊതുക് കയറൂലേ? കൊതുക് കടിച്ചെന്നോ? നേരത്തെ വൈകുന്നേരം അടിച്ചു. ചൂടുണ്ട് ഉള്ളിൽ. ഇത് ഫുള്ള് തുറന്നാ ചൂടുണ്ടാവും പറയാം. ക്യാമ്പിങ്ങിൻ്റെ 90% പൂർത്തിയായി. ഇനി നാളെ മോർണിംഗ് ആയി കഴിഞ്ഞാൽ 100%. അപ്പോൾ എവരുടെ ഗുഡ് നൈറ്റ്. രാവിലെയായി. സമയം 6:10. ഇന്നത്തെ ഉറക്കം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ കുറച്ച് ചൂടുണ്ടായിരുന്നു ടെൻറ്റിൻ്റെ ഉള്ളിൽ. ഒന്നാമത് 2 ആൾ കിടക്കുന്നതുകൊണ്ടും പിന്നെ റെയിൻകോട്ട് ഇട്ടതുകൊണ്ടും ചൂടുണ്ടായിരുന്നു. അപ്പം അല്ല, ഡോറ് തുറന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കാറ്റ് കിട്ടി ഇങ്ങനെ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ മഴ ചെയ്ത് അപ്പോൾ വെള്ളം കയറാൻ. അപ്പോൾ ഡോറടച്ച് പിന്നെയും ചെറുതായിട്ട് ചൂട് കൂടി. പിന്നെ മഴ പെയ്യുമ്പോൾ പിന്നെയും ഡോർ തുറന്നു. അങ്ങനെ കുറേ നേരം തുറന്നടച്ചും ഉറക്കല്ലാതൊക്കെ അങ്ങനെ പോയി. പിന്നെ കാടിനെ പിന്നെ തീരെ പേടിയില്ലാത്തതുകൊണ്ട് കാട് നേരത്തെ ഉറങ്ങി. ചെറിയ ഭയമൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കാരണം. എനിക്കിങ്ങനെ 2 ആളുകളുണ്ട് തീരെ പേടിയില്ലായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അത് വേറെ കാര്യം. കൂർക്കം വലിച്ചിട്ടില്ല ഞാൻ. എൻ്റെ കൂർക്കമുല്ല എങ്ങനെയാണ്? കൂർക്കമല അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ തന്നെ. ഞാൻ നല്ല താളത്തിലൊക്കെ വലിക്കുക. നല്ല സൗണ്ട് ഉണ്ട്. കൂർക്കമലി കണ്ടത്രേ. നീക്കട്ടെ. കൂടമഞ്ഞിൽ പുതഞ്ഞ കൂറ്റമ്പാറ കോറിയുടെ ദൃശ്യങ്ങൾ. ഗുഹാവാസിയായ കാരാടൻ ഗുഹയ്ക്കകത്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ. തൊപ്പിക്കെട്ട ഗുഹാവാസിയാണ്. ഇന്നലെ കൂട്ടിയ ഞങ്ങളുടെ അടുപ്പ്. മയിൽ കരയണ ഒച്ചേക്കാം. മഴ ചെയ്തിട്ട് മഞ്ഞടിച്ചിട്ട് കണ്ടു. ടെൻറ്റിൻ്റെ റെയിൻകോട്ടിൽ ഫുള്ള് വെള്ളമായിട്ട്. 6:31. ടെൻറ്റ് പാക്ക് ചെയ്തു. ബാഗ് സാധനങ്ങൾ എല്ലാം പാക്ക് ചെയ്തു. ഇവിടെ വേസ്റ്റായിട്ടൊന്നും ഇടുന്നില്ല. വാഴൻ്റെ ഇല കേട്ടോ, അത് ഡിഗ്രേഡബിളാണ്. ബാക്കിയുള്ള എല്ലാം അപ്പല്ലോ എല്ലാ സാധനവും പാക്ക് ചെയ്തു. വേസ്റ്റുകളൊന്നും നിക്ഷേപിച്ചിട്ടില്ല. ഇനി പോവുകയാണ്, കഴിഞ്ഞു. പിന്നെ നല്ല മഴ ചെയ്തുകൊണ്ട് പാറൊക്കെ വഴുക്ക് പിടിച്ചിട്ടുണ്ട്. ഇറങ്ങാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഇറങ്ങി പകുതി എത്തി. നല്ല മഴ ചെയ്തിരുന്നെങ്കിൽ ബാബുമാരായിരുന്നു 2 എണ്ണം അല്ലേ? പാറ കുടുങ്ങിയ ബാബു. കുറച്ചുകൂടി ഇറങ്ങാണ്ട്. ഇറങ്ങട്ടെ. ഇറങ്ങി താഴെത്തി. കാടൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സേഫ് സോണിലെത്തി. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഞങ്ങൾ പോകുന്നു. കൊറേ ബൈ ബൈ. വീണ്ടും കാണാം. ബൈക്ക് അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം ശുഭം. ബൈക്ക് എടുത്തു. ഇനി നമ്മളെ യാത്ര കൊറിയിലെ ക്യാമ്പിങ് ഈ വീടോട് കൂടി ഇവിടെ പര്യവസാനിക്കുകയാണ്. അപ്പോൾ അപ്പുറം സന്ധിക്കും വരേക്കും വണക്കം കൂട്ടരെ.